നമസ്കാരം. ശിശുപാലവധം കഴിഞ്ഞു അല്ലേ? ശ്രീകൃഷ്ണനാൽ ഗളം ഛേദിക്കപ്പെട്ട് ശിശുപാലൻ മരിച്ചു. യുധിഷ്ഠിരൻ്റെ രാജസൂയം വളരെ വിജയകരമായി തന്നെ പര്യവസാനിച്ചു. അതിനുശേഷം വേദവ്യാസ മഹർഷി ശിഷ്യന്മാരോടൊപ്പം യുധിഷ്ഠിരൻ്റെ മുമ്പിൽ ചെന്നു. മഹർഷിയൊക്കെ സ്വീകരിച്ച് പൂജിച്ച് ഇരുത്തിയ ശേഷം രാജാവും അദ്ദേഹത്തിന് അരികിലെ സഹോദരന്മാരുമായിട്ടിരുന്നു. വ്യാസമഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു, ഉണ്ണി, ഭാഗ്യമായി നീ സാമ്രാജ്യം നേടിയത് നിമിത്തം കുരുക്കളൊക്കെ സമൃദ്ധരായി, കുരുവംശത്തിലെ ആൾക്കാരൊക്കെ സമൃദ്ധരായി. ഇനി ഞാൻ പോകട്ടെ. അപ്പോൾ ധർമ്മജൻ, അതായത് യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ സ്ഥിതിയിലെത്തിയ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഭവാന് മാത്രമേ ആ സംശയം തീർക്കാനാകൂ. സംശയം കേൾക്കട്ടെ. വ്യാസഭഗവാൻ പറയണം, ദുർനിമിത്തങ്ങൾ 3 വിധം ഉണ്ടെന്ന് നാരദ മഹർഷി അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചേതിരാജൻ വധിക്കപ്പെട്ടതോടെ ഇനി എന്ത് സംഭവിക്കും? യുധിഷ്ഠിരൻ്റെ സംശയമാണ് കേട്ടോ. അപ്പോൾ എന്താ വ്യാസഭഗവാൻ പറഞ്ഞത്? ദുർനിമിത്തങ്ങളുടെ ഫലം 13 വർഷത്തേക്കാണ്. അത് സർവനാശത്തിനായി തീരും. ഉണ്ണി, നീ മൂലം കാലം അത് വരുത്തും. ക്ഷത്രിയ വംശം മുഴുവൻ മുടിയും. ദുര്യോധനൻ്റെ കുറ്റനിമിത്തം ഭീമ അർജുനന്മാരുടെ ബലത്തിലൂടെ അത് സംഭവിക്കും. കാലത്തിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാം നന്നായി വരും. ഇനി ഞാൻ പോകട്ടെ. ഇതാണ് വ്യാസഭഗവാന്റെ മറുപടി. മഹർഷി യാത്ര പറഞ്ഞു പോയ ശേഷം യുധിഷ്ഠിരൻ ആകെ വിഷമിച്ച് ഇങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ദൈവത്തിനെ പൗരുഷം കൊണ്ട് നേരിടാൻ കഴിയില്ല, തീർച്ച. അതുകൊണ്ട് തന്നെ മഹർഷി പ്രവചിച്ചത് വന്നു ചേരാതെ ഇരിക്കില്ല. അദ്ദേഹം തൻ്റെ സഹോദരന്മാരോട് പറയാണ്, വ്യാസൻ എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ? സർവ ക്ഷത്രിയരുടെയും നാശം കാലകൽപ്പിതമായിട്ട് ഞാൻ കാരണമായിരിക്കുത്രേ. ഞാനിനി എന്തിനാ ജീവിക്കണത്? അങ്ങനെ ആകെ വിഷമിച്ച് യുധിഷ്ഠിരൻ ഇരുന്ന് സഹോദരരോട് ഇതിനെക്കുറിച്ച് പറയാണ്. ദുഃഖിക്കുന്ന രാജാവിനോട് അവർ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു. എന്നാലും വലിയ ആശ്വാസമൊന്നും ആയില്ല യുധിഷ്ഠിർക്ക്. അപ്പോൾ എന്തിനു വേണ്ടി ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും 13 വർഷക്കാലം അനുജന്മാരോടും രാജാക്കന്മാരോടും പരുഷ വാക്കൊന്നും പറയില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് ആ തീരുമാനം യുധിഷ്ഠിരൻ അവരെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, കലഹമില്ലാതെ ഇഷ്ടം തന്നെ ചെയ്ത് ലോകത്തിൽ ആരും എന്നെ പറ്റി കുറ്റവും കുറവും പറയാത്ത മാതിരി ഞാൻ ജീവിക്കും. അതാണ് യുധിഷ്ഠിരൻ്റെ തീരുമാനം. ധർമ്മപുത്രൻ്റെ ആഗ്രഹത്തെ അനുജന്മാരും പിന്തുടരാൻ തീരുമാനിച്ചു. രാജാക്കളെല്ലാം പോയ ശേഷം അവർ സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചുപോയി. ശകുനിയോടൊപ്പം ദുര്യോധനൻ സഭയിൽ തന്നെ താമസിച്ചു. അപ്പോൾ ഹസ്തിനാപുരത്തിൽ കണ്ടിട്ടില്ലാത്ത ദിവ്യമായ മനോധർമ്മങ്ങൾ പലതും ആ സഭയിൽ കാണുകയാണ് ദുര്യോധനെ. ശകുനിയോടൊപ്പം അവയെല്ലാം നടന്ന് കാണാൻ തയ്യാറായി. മയൻ നിർമ്മിച്ച കൊട്ടാരമാണല്ലോ, വളരെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, നിർമ്മിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ഭുതത്തോടു കൂടി തന്നെയാണ് ദുര്യോധനൻ എവിടെയും കാണാത്ത പോലെയുള്ള ആ ഒരു അത്ഭുതം വീക്ഷിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഒരിടത്ത് വെള്ളം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വസ്ത്രമെല്ലാം അങ്ങനെ ചുരുട്ടി കയറ്റി. ദുഷ്ടമനസ്സോടുകൂടി അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ സഭയിലുള്ള ഒരു തളത്തിൽ വീഴുകയും ചെയ്തു. അവിടെ വെള്ളം ഉണ്ടെന്നും തോന്നിയില്ല. അപ്പോൾ ശ്രദ്ധിക്കാതെ അതിൽ വീഴുകയും ചെയ്തു. ആകെ ലജ്ജയും വ്യസനവും ഒക്കെയായി, ദേഷ്യമൊക്കെ വന്നു. പിന്നെ ജലവും സ്ഫടികത്താമരകളുള്ള കുളവും കണ്ടിട്ട് ചിത്രങ്ങളുള്ള തളമാണെന്ന് വിചാരിച്ച് ആ വെള്ളത്തിൽ ചെന്ന് വീണു. ഇത് കണ്ടപ്പോൾ ഭീമനും അവിടെ ഭൃത്യന്മാരും പാഞ്ചാലിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. ലജ്ജിച്ച് നിൽക്കുന്ന ദുര്യോധനനെ കണ്ട് അർജുനനും നകുലനും സഹദേവനും ഒക്കെ ചിരിമുഴക്കി. ദുര്യോധനന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ദേഷ്യം, അമർഷം പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വസ്ത്രങ്ങളൊക്കെ ഊരിച്ച് കയറ്റി നീന്താൻ നിൽക്കുന്ന മട്ടിലെ തളത്തിൽ കയറി സ്ഫടികം കൊണ്ടുള്ള വാതിൽ അടച്ചിട്ടുകയാണ് എന്ന് വിചാരിച്ചില്ല. ആട് ചെന്ന് കയറി. അപ്പോഴോ തല ചെന്ന് ഇടിക്കുകയും ചെയ്തു. മറ്റൊരു വഴിക്ക് ചെന്ന് അവിടെയുള്ള സ്ഫടികക്കല്ല് വാതിൽ തള്ളിയപ്പോൾ മൂക്ക് കുത്തി മറിഞ്ഞ് വീണു. അപ്പോൾ ആകെ ഒരു വിഭ്രമമാണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പലതും പിന്നെയും അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാണ്ഡവരുടെ സമൃദ്ധി ഐശ്വര്യമൊക്കെ കണ്ടിട്ട്
മനസ്സ് വളരെ അസൂയ കൊണ്ട് അസന്തുഷ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദുര്യോധനൻ്റെ. അതൊരു വശത്ത്. പിന്നെ ഈ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ അത് വേറൊരു വശത്ത്. എല്ലാം കൂടി മനസ്സ് കലുഷിതമായിട്ട് ദുര്യോധനൻ ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ ദുര്യോധന അവയെല്ലാം ഓർത്ത് ദുഃഖിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അതിൻ്റെ കാരണം അന്വേഷിച്ചു. ആരാ? ശകുനി. ഞാൻ എന്ത് പറയാൻ, അവരുടെ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ കണ്ടില്ലേ? അമ്മാവനും കണ്ടതല്ലേ? അർജുനൻ്റെ പ്രതാപം മൂലം പാർത്തലം മുഴുവൻ, ഭൂമി മുഴുവൻ ധർമ്മപുത്രൻ്റെ കീഴിലായി. ആ യാഗം പ്രൗഢിയോടെ തന്നെ കഴിയുകയും ചെയ്തു. അത് മുടക്കണമെന്ന് വിചാരിച്ചു വെച്ചാലും ഒന്നും മുടങ്ങിയില്ല. രാജസൂയം വളരെ പ്രൗഢിയോട് തന്നെ കൂടി തന്നെ അവസാനിക്കുകയും ചെയ്തു. അത് ഓർത്തിട്ട് എൻ്റെ മനസ്സ് നീറുകയാണ്. കൃഷ്ണൻ ശിശുപാലനെ കൊന്നപ്പോൾ എതിർക്കാൻ ഒരാളും തയ്യാറായില്ല എങ്കിലും പാണ്ഡവരുടെ പ്രതാപത്തിലെ രാജാക്കന്മാർ വേവുകയാണെന്നും പറഞ്ഞ് ദുര്യോധനൻ തുടരുകയാണ്. വൈശ്യന്മാർ കരം കൊടുക്കുവാൻ എത്തുന്നത് പോലെയല്ല ഒട്ടേറെ രാജാക്കന്മാർ യുധിഷ്ഠിരന് സമ്മാനമായിട്ട് രത്നങ്ങളുമായിട്ട് എത്തിയത്. അവരുടെ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മാവ. ദുര്യോധനൻ ശകുനിയോട് പിന്നെയും തുടർന്നു. എനിക്ക് ജീവിക്കാൻ കഴിയില്ല, മോഹവും ഇല്ല. തീയിലോ വെള്ളത്തിലോ ചാടി മരിച്ചാലോ അല്ലെങ്കിൽ വിഷം കഴിച്ചാലോ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യാണ്. അവരുടെ ഐശ്വര്യം ശ്രീ കണ്ടിട്ട് ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കും? ഒന്ന് പറയൂ അമ്മാവൻ, പറയൂ. അതൊക്കെ നേടുന്നതിന് ഞാനും ശക്തനാണ്, പക്ഷെ സഹായിക്കാൻ ആരുമില്ല. ധർമ്മപുത്രൻ്റെ നാശത്തിന് ഞാൻ മുമ്പേ ശ്രമിച്ചതാണ്. എന്നാൽ അതൊക്കെ തട്ടി നീക്കിയിട്ടാണ് അവൻ കയറി വന്നത്. പൗരുഷം നിഷ്ഫലാണെന്നും ദൈവം തന്നെ വലുതെന്ന് എനിക്ക് മനസ്സിലായി. ധാർത്തരാഷ്ട്രർ ഇടിയുകയും പാണ്ഡവർ മേൽക്കുമേൽ ഉയരുകയും ചെയ്യാണ്. അവരുടെ പരിഹാസച്ചിരി എൻ്റെ കാതിലിങ്ങനെ മാറ്റൊലി കൊള്ളുകയാണ്. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുകയാണ് അമ്മാവ. എൻ്റെ കാര്യം അച്ഛനോട് പോയി പറഞ്ഞേക്കൂ. തന്ത്രപൂർവമായ ആശ്വാസവാക്കുകളായിരുന്നു അപ്പോൾ ശകുനിയിൽ നിന്നും ഉയർന്നത്. പാണ്ഡുപുത്രന്മാർ സ്വന്തം ഭാഗധേയങ്ങളെയാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ ശകുനി നിസ്സഹായനാണ് താനെന്നുള്ള ദുര്യോധനൻ്റെ വിചാരം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തു. നിന്റെ സഹായത്തിന് നിന്റെ അനുചരില്ലേ? ദ്രൗണി, ദ്രോണൻ, കർണൻ, കൃപൻ, പിന്നെ ഞാൻ, സോമദത്തൻ രാജാവ്, എല്ലാവരും കൂടി നീ ഈ പാരുടെ എല്ലാം, ഈ ഭൂമിയെല്ലാം വിജയിക്കുക. അവരെ യുദ്ധത്തിൽ ജയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മാവ. അങ്ങനെ ആയാൽ എല്ലാ രാജാക്കന്മാരും ഐശ്വര്യവും നിറഞ്ഞ ആ സഭയും ഒക്കെ നമ്മുടെ വരുതിയിൽ വരികയും ചെയ്യും. അപ്പോൾ പാണ്ഡവരെ യുദ്ധത്തിൽ ജയിക്കാൻ ദേവകൾക്ക് കൂടി സാധ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശകുനി. അതുകൊണ്ട് അക്കാര്യം നീ ആലോചിക്കണ്ട. ഏതാണ്? അവരെ തോൽപ്പിക്കാം എന്നുള്ള കാര്യമൊന്നും ആലോചിക്കേണ്ട. എളുപ്പമുള്ളൊരു വഴിയിലൂടെ നമുക്കവരെ ജയിക്കാൻ നോക്കാം. ആ കൗശലം കൊണ്ട് ധർമ്മപുത്രനെ ജയിക്കാം. അതെന്തെന്ന് കേൾക്കാനുള്ള ദുര്യോധനൻ്റെ അതിയായ ജിജ്ഞാസ കണ്ടപ്പോൾ ശകുനി തുടരുകയാണ്. ചൂത് കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും യുധിഷ്ഠിരൻ വലിയ ചൂതുകളി ഭ്രാന്തനാണ്. ഞാനാണെങ്കിൽ അതിൽ മഹാസമർത്ഥനുമാണ്. ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. യുധിഷ്ഠിരനെ ചൂതിന് വിളിച്ചാൽ എളുപ്പം തോൽപ്പിക്കാം. അതിൽ കൂടി അവൻ്റെ രാജ്യവും ശ്രീയും തീർച്ചയായിട്ടും നേടിയെടുക്കാം. അച്ഛനോടൊപ്പം ചെന്ന് പറയൂ. രാജാവ് സമ്മതിച്ച ബാക്കിയെല്ലാം ഞാൻ ഏറ്റുന്നേ. അപ്പോൾ ഇവിടെ ധർമ്മപുത്രർക്കുള്ള, യുധിഷ്ഠിരനുള്ള ആകെയുള്ള ഒരു വീക്ക്നെസ്സാണ് ഈ ചൂതുകളിയോടുള്ള ഭ്രമം. എന്നാൽ അതിട്ട് കളിക്കാനും അറിയില്ല. എന്ന് വെച്ചാൽ ഒരു എക്സ്പേർട്ടൊന്നും ആയിരുന്നില്ല. കള്ളക്കളിയൊന്നും കളിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാനോ ഒന്നും അറിയില്ല യുധിഷ്ഠിരന്. അതങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വ്യാസൻ കൊടുത്ത ഒരു ബലഹീനതയായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ ഈ ചൂതുകളി ഇല്ലെങ്കിൽ മഹാഭാരത കഥ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ചൂതുകളിയിൽ പിടിക്കുകയാണ് ശകുനി. ആ പദ്ധതി ദുര്യോധനന് നന്നേ ഇഷ്ടപ്പെട്ടു. എങ്കിലും ധൃതരാഷ്ട്രയെ കണ്ട് സംസാരിക്കാനും അനുവാദം വാങ്ങിക്കുന്നതിനുമുള്ള ചുമതല ശകുനിയെ തന്നെ ഏൽപ്പിച്ചു. ശകുനി അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് ചൂതുകളിക്ക് വെല്ലുവിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് വേണ്ടാന്ന് വെക്കാം. എന്നാലും പല രാജാക്കന്മാരും അത് ചെയ്യാറില്ല. അതങ്ങ് ഏറ്റെടുക്കുക പതിവ്. ശകുനിയാണെങ്കിൽ ധൃതരാഷ്ട്രയെ ചെന്ന് കണ്ട് വിഷയം കൗശലപൂർവ്വം അവതരിപ്പിച്ചു. ദുര്യോധനൻ വല്ലാതെ ക്ഷീണിച്ച് വരികയാണെന്നും അവനെപ്പോഴും ദീനായിട്ടുള്ള വിഷമായിട്ടുള്ള ചിന്തയാണെന്നും ശകുനി ധൃതരാഷ്ട്രയോട് പറഞ്ഞു. പുത്രവാത്സല്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ ധൃതരാഷ്ട്രേ. അതുകൊണ്ട് തന്നെ പുത്രനിലൂടെ അങ്ങ്
പറയാമെന്ന് തന്നെ വിചാരിച്ചു. ശകുനി തുടരുകയാണ്. കനിഷ്ഠപുത്രൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഭവാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഇത്രയും വലിയൊരു ആപത്ത് പിണഞ്ഞ് അവൻ കിടക്കില്ലേ, അങ്ങ് അതിനെപ്പറ്റി എന്താ ഓർക്കാത്തത്? ധൃതരാഷ്ട്രൻ തന്നെ ദുര്യോധനെ വിളിച്ചു വരുത്തി ചോദിച്ചു, ഉണ്ണി, നിനക്ക് എന്താ പറ്റിയത്? എന്താ എത്ര ദുഃഖിക്കാൻ കാരണം? നീ വിളർത്തു എന്നും മെലിഞ്ഞു എന്നും ഒക്കെയാണല്ലോ ഈ സൗബലൻ ശകുനി പറയുന്നത്. ഭക്ഷണങ്ങളിലും വസ്ത്രങ്ങളിലും മറ്റെല്ലാറ്റിലും നിനക്ക് നല്ല സമൃദ്ധി ഉണ്ടല്ലോ. നിൻ്റെ ചൊൽപ്പടിക്കാണ് എല്ലാം. പിന്നെ എന്താ എത്ര വിഷമം മോനെ എന്ന് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രർ. അപ്പോൾ ദുര്യോധനൻ പറയുക, ഉണ്ണാണ്ട് ഉടുക്കാണ്ട് അതുകൊണ്ടൊക്കെ മാത്രം എന്താ കാര്യം അച്ഛാ? സ്വന്തം പ്രജകൾക്ക് വേണ്ടി ശത്രുക്കളെ അമർത്തുന്നവനാണല്ലോ ശരിയായ പുരുഷൻ. അലംഭാവവും ഗർവവും ദയയും ഒക്കെ ഉള്ളിലുണ്ടായ അവൻ വളരില്ല. ധർമ്മപുത്രനിൽ നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയുടെ ജ്വലനം എൻ്റെ നിറം കെടുത്തി. എത്ര തുച്ഛമാണ് അച്ഛാ എൻ്റെ നില. എത്ര സമ്മാനങ്ങളാണ് ധർമ്മപുത്രർക്ക് ലഭിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അച്ഛാ. യമനും വരുണനും ഒന്നുമില്ലാത്ത ഐശ്വര്യ സമൃദ്ധി കണ്ട് എനിക്ക് സഹിക്കാനാവണില്ല. അപ്പോൾ ശകുനി പറയാണ്, പാണ്ഡവരുടെ അതിരില്ലാത്ത ആ ലക്ഷ്മിയെ നമുക്ക് നേടിയെടുക്കാൻ ഒരു വഴിയുണ്ട് രാജാവേ. എങ്ങനെ? ചൂതുകളിയിൽ എന്നെ ജയിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ധർമ്മജന് ചൂതുകളിയിൽ വലിയ ഭ്രാന്താണ്. കള്ളക്കളിയിലൂടെ ഞാൻ അവൻ്റെ മേൽ വിജയം നേടാം. അവൻ്റെ സമ്പത്തൊക്കെ നേടിയെടുക്കാം രാജാവേ. അവനെ ചൂതിനെ വിളിക്കൂന്നേ. അപ്പോൾ ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറയാണ്, അച്ഛാ, അമ്മാവനെ അങ്ങ് അതിന് അനുവദിച്ചാലും. ധൃതരാഷ്ട്രപ്പ പറഞ്ഞു, എൻ്റെ മന്ത്രിയായ വിതുരൻ്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ. ധർമ്മം തെറ്റാതെ രണ്ട് പക്ഷത്തിനും ഹിതമായ അദ്ദേഹം പറയും. വിതുരൻ്റെ അഭിപ്രായം കേട്ടതിന് ശേഷം തീരുമാനിക്കാം. അത് കേട്ടതോ ദുര്യോധനൻ ഒട്ടും രുചിച്ചില്ല. വിതുരൻ തീർച്ചയായിട്ടും ധൃതരാഷ്ട്രയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് ദുര്യോധനൻ അറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ ഭീഷണിസ്വരം എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിതുരൻ്റെ വാക്കുകൾ കേട്ട് ഭവാൻ പിന്തിരിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല കേട്ടോ. അങ്ങയ്ക്ക് പിന്നെ വിതുരനോടുകൂടി സുഖമായിട്ടിരിക്കാലോ. എന്നെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഇത് ദുര്യോധനൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു ആയുധപ്രയോഗമാണ്. അത് കേട്ടപ്പോൾ പതിവ് പോലെ തന്നെ ധൃതരാഷ്ട്രയുടെ മനസ്സ് പതറി. 1000 തൂണും 100 വാതിലുമുള്ള അതിഭംഗിയുള്ള ഒരു സഭാമന്ദിരം ഉടൻ പണിയാൻ ഭൃത്യന്മാർക്ക് കൽപ്പന നൽകി. അതിനുശേഷം വിതുരന് ആളെ അയച്ചു. ചൂതിൽ ദോഷങ്ങളുണ്ടെന്ന് കണ്ടിട്ടും ധൃതരാഷ്ട്രർ പുത്രസ്നേഹത്തിൽ മയങ്ങിപ്പോയി. ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ടുള്ള വിതുരൻ നാശത്തിൻ്റെ മാർഗം കണ്ട് ഉടൻ രാജാവിൻ്റെ സമീപത്ത് എത്തിയിട്ട് പറഞ്ഞു, അങ്ങയുടെ ഈ പുറപ്പാട് ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല കേട്ടോ. ചൂത് മക്കൾ തമ്മിൽ ഇടയാനുള്ള വഴി തെളിയിക്കും തീർച്ച. അപ്പോൾ എന്താ ധൃതരാഷ്ട്ര പറയണമെന്നറിയോ? ദൈവ അനുകൂല്യം തങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ശുഭമായാലും അശുഭമായാലും ഹിതായാലും അഹിതായാലും ഈ ചൂതുകളി നടക്കട്ടെ എന്ന് ധൃതരാഷ്ട്ര കൽപ്പിക്കുകയാണ്. ഇത് വിധി നിശ്ചയമാണെന്ന് അദ്ദേഹം സമാധാനിക്കുകയാണ്. മാത്രമല്ല, താനും ദ്രോണരും ഭീഷ്മരും വിതുരരും ഒക്കെ ഇരിക്കുമ്പോൾ ദൈവഹിതമായാൽ പോലും നയവൈകല്യം, അതായത് അവിടെ ഒരു അനീതിയൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് ഒരു ഉറപ്പ് എന്നുള്ള രീതിക്ക് ധൃതരാഷ്ട്ര കുറച്ച് ന്യായം കൂടി വയ്ക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് ധർമ്മപുത്രരെ കൊണ്ടുവരാൻ വിതുരനോട് തന്നെയാണ് കൽപ്പിച്ചത്. എന്നിട്ട് ധൃതരാഷ്ട്ര പറഞ്ഞു, എൻ്റെ ഈ തീരുമാനത്തെപ്പറ്റി ഇനി ഭവാനൊന്നും പറയണ്ട. ദൈവം ഇതൊക്കെ സംഭവിപ്പിക്കുന്നു. ദൈവമാണ് വലുത്. അപ്പോൾ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. എതിർത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നോ അത് രാജകൽപ്പനയാണെന്നുള്ള പരമാർത്ഥം വിതുരർക്ക് മനസ്സിലായി. ദുഃഖത്തോടു കൂടിയിട്ട് അദ്ദേഹം ഭീഷ്മരുടെ അരികിലേക്ക് പോയി. വിതുരൻ പോയ ശേഷം തനിച്ചായപ്പോൾ ധൃതരാഷ്ട്ര വീണ്ടും ദുര്യോധനനെ വിളിച്ച് ഉപദേശിച്ചു, ഉണ്ണി, എല്ലാം അറിയുന്ന വിതുരർക്ക് സമ്മതമല്ലാത്ത ഈ ദ്യൂതം നമുക്ക് വേണോ? ചൂത് കാരണം തമ്മിൽ പിണക്കുണ്ടാവും. അങ്ങനെ ആയാൽ നാട് നശിക്കും, നാട് കെടും. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ജ്യേഷ്ഠപുത്രനായ നീ നാട് ഭരിക്കുന്നു. നിനക്കത് പോരെ? നീ പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? ഇങ്ങനെയൊരു ദുഃഖം ബാധിക്കാൻ പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ? അപ്പോൾ ദുര്യോധനൻ വീണ്ടും പറയാണ്, ഉണ്ണുന്നതും ഉടുക്കുന്നതും ധാരാളമായെന്ന് വിചാരിക്കുന്നവനേക്കാൾ അധമനായിട്ട് മറ്റാരുമില്ല.
കൗന്ദേയന്മാരുടെ, അതായത് പാണ്ഡവരെ തട്ടിച്ചു നോക്കുമ്പോൾ നിസ്സാരമായ ഈ സമ്പത്ത് കൊണ്ട് ഞാൻ തൃപ്തനല്ല അച്ഛാ. ഭൂമിയൊക്കെ ധർമ്മപുത്രരുടെ കീഴിലായി. അവരുടെ ധനസഞ്ചയത്തിൻ്റെ മറുകര കാണാൻ പോലും കഴിയില്ല. അച്ഛനറിയോ, സ്ഥലജലഭ്രമം കാരണം താൻ അവിടെ വീണു. ദ്രൗപദി ഉൾപ്പെടെ എല്ലാവരും പരിഹസിച്ചു, പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഈ കാര്യമൊക്കെ ദുര്യോധനൻ ധൃതരാഷ്ട്രോട് വിവരിക്കുകയാണ്. പിന്നെ അവിടെ കണ്ട രത്നങ്ങളുടെ പേരുകൾ പോലും താൻ കേട്ടിട്ടില്ല. ഇതുകൊണ്ടൊക്കെ തൻ്റെ മനസ്സ് നീറുകയാണ്. പിന്നീട് ആ രത്നങ്ങളുടെയും സമ്മാനങ്ങളുടെയും ഒക്കെ വിസ്തരിച്ചുള്ള വിവരണം ദുര്യോധനൻ ധൃതരാഷ്ട്രക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ പാണ്ഡുപുത്രനിലെ ദ്വേഷിക്കരുതെന്നും അത് ദുഃഖത്തിന് കാരണം ഉണ്ടാകുമെന്നും ധൃതരാഷ്ട്രം ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ സഹോദരൻ്റെ സമ്പത്തിനെ ആഗ്രഹിക്കരുതെന്നും വേണമെങ്കിൽ അവനും അങ്ങനെയൊക്കെ ഒരു മഹായാഗമൊക്കെ നടത്താലോ, അപ്പോൾ ധാരാളം രാജാക്കന്മാർ അവനും സമ്മാനങ്ങൾ നൽകുമല്ലോ, അതൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനും സ്വധർമ്മത്തിൽ നിൽക്കുന്നവനും മാത്രമേ സുഖം ലഭിക്കുകയുള്ളൂ. എന്നും നേടിയതിനെ രക്ഷിക്കുന്നവനാണ് വൈഭവമുള്ളവൻ്റെ ലക്ഷണം. ഇതൊക്കെ ധൃതരാഷ്ട്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ധൃതരാഷ്ട്രക്ക് ധർമ്മം വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതെവിടെയാണ് മുങ്ങിപ്പോകുന്നത്? പുത്രവാത്സല്യത്തിലാണ് മുങ്ങിപ്പോകുന്നതേ. പാണ്ഡവന്മാർ അവരുടെ കൈകളാണ് എന്ന് സങ്കല്പിച്ച സ്വന്തം കൈകളെ അറക്കുന്നതിന് തുല്യമായിരിക്കും അതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രർ. പക്ഷേ ഇതൊന്നും ദുര്യോധനനെ സമാധാനിപ്പിക്കാൻ പര്യാപ്തമായില്ല. തൻ്റെ വാദമുഖങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവൻ പാണ്ഡവരുടെ ഐശ്വര്യം തനിക്ക് വേണമെന്ന് തന്നെ ശഠിച്ചു. അത് നേടിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും പറയാം. അപ്പം പിന്നെന്താ ചെയ്യുക? അപ്പം ഇന്ന് ഇത്ര. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.